ഒരവസരം വരുമ്പോൾ ഈശ്വരനെ സേവിച്ച് പരമപുരുഷാർത്ഥമായിരിക്കുന്ന എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിലും പ്രയത്നം ചെയ്തുകൊള്ളണം. ഈശ്വരനെ സേവിക്കുക എന്ന് വരുന്ന സമയത്ത് സേവാമാർഗങ്ങളും പല പ്രകാരേണാകുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം, പ്രവചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാപ്രസംഗം, കഥാശ്രവണം എന്നുള്ളതിനാണ്. നല്ലതേ മറ്റും കഥ പറയുവാൻ വരുന്ന സമയത്ത് പരിപൂർണത ഉണ്ടായിരിക്കണം. ആയതിന്റെ ശിഷ്യന്മാരായി, ശാസ്ത്രജ്ഞന്മാരായി, ശാസ്ത്രജ്ഞന്മാരായി, വേദജ്ഞന്മാരായി, മഹാപുരാണങ്ങളെയും മഹാബ്രാഹ്മണരുടെ മഹാജനങ്ങളെ കൈലാസനാഥനായിട്ടുള്ള ശ്രീ പരമേശ്വരൻ കൈലാസത്തിൽ എത്തിച്ചേർന്ന സമയത്ത് കൈലാസനാഥനായിട്ടുള്ള ശ്രീ പരമേശ്വരൻ അവരെ യഥാവിധി സ്വീകരിച്ചു. ബ്രഹ്മാവതാരമാണെന്നാണ് ആലോകമാത്രേണ സുരാശേഷാൻ സംഭാവയാമാസ യഥാ പ്രധാനം. ഓരോരുത്തരെയും അവരവരുടെ വാഹനത്തിനനുസരിച്ച് വസ്തുത അവരെ സ്വീകരിച്ചു. ഓരോരുത്തരെയും വേണ്ട വിധത്തിൽ സ്വീകരിച്ചതായി ആ സ്വീകരണത്തിൽ ഒരു നന്മ ഉണ്ടായില്ല. നോക്കൂ, പ്രധാനാണ് അവർ വന്നിട്ടുണ്ട്. അവരെല്ലാവരും വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ല എങ്കിൽ ആ സ്വീകരണത്തിൽ ഒരു നന്മ ഉണ്ടാവില്ല. നോക്കൂ, ഒരു പ്രധാനികളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇരിപ്പിടൊക്കെ കൊടുത്തിട്ട് ഇരിക്കണത് പ്രേമായി. ഇങ്ങനെ തന്നെയാ വേണ്ടത്. ഇങ്ങനെ തന്നെയാ ഭഗവാൻ ചെയ്തത്. അവർക്ക് തന്നെ അറിയണ കാര്യമാണ് എന്ന് ചിന്തിക്കണം. വ്യക്തികളിൽ നിന്നും വസ്തുക്കളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കണം. ആരാ വേണത്? ഓരോരുത്തരുണ്ടല്ലോ. ആരും വേണാള് ഇരുചക്ര വാഹനത്തിലാണ് വേണ്ടത്. ആള് കേമനാണെന്ന് തോന്നും. ആള് കഴിഞ്ഞിട്ട് ആദ്യം സ്വീകരിക്കാം. തിരിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത ആളുടെ ഉറപ്പാള്. ആള് നാലചക്ര വാഹനത്തിലാണ് വേണ്ടത്. സ്വന്തമായിട്ട് നാലചക്ര വാഹനേ കേമായിരിക്കണു. മാത്രല്ല സ്ത്രീജനങ്ങളുണ്ട്. അവരാണ് ആകെ മഞ്ഞ നിറത്തിലാവുന്നത്. ഇത് കണ്ടാ സ്വർണ്ണ സ്ത്രീരൂപം ധരിച്ച് വരാണെന്ന് തോന്നും. നല്ല വസ്തുക്കളെ നോക്കിയിട്ടാണ് ആളുകളെ സ്വീകരിക്കുന്നത്. വ്യക്തിത്വത്തെ നോക്കിയിട്ടല്ല. ഭരണാധികാരികൾ നായകന്മാരൊക്കെ വരാണെങ്കിൽ കുറച്ചു നായകന്മാരുടെ അവരുടെ കൂടെ തിക്കി തിരുക്കി ഉണ്ടാവും. നായകന്മാരുടെ കൂടെ തന്നെ നായകനെ സ്വീകരിച്ചാലൊന്നും സാധാരണയാണ്. എന്നാൽ ചന്ദ്രചൂടനാവട്ടെ ബ്രഹ്മാദികളെ
എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ തലയെടുക്കാം. അങ്ങനെയാണോ തലയെടുക്ക? അങ്ങനെയാണോ? അല്ല, ഞാനിപ്പോ തലയൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഒരു സന്തോഷം ഇല്ലാണ്ടാവും. അതിൽ അതിശയിക്കാനൊന്നുമില്ല. തലയൊക്കെന്ന് പറയുമ്പോ 2-3 തലയുണ്ട്. ചില ആളുകൾ വരുമ്പോ ഒന്ന് ചോദിക്കും ആണെങ്കിലോ ഇതിനാണ് ഇങ്ങോട്ട് വന്നേ, ഇതിനായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയെന്നാണെന്റെ അർത്ഥം. ചില ആളുകൾ വരുമ്പോ ഒന്ന് പറയും ഇതാണെങ്കിലോ വേണ്ട, ഞാനിങ്ങോട്ട് വരണ്ട വേണ്ടാന്നതിന്റെ അർത്ഥം. ചില ആളുകൾ വരുമ്പോ കരയിൽ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പറഞ്ഞിരിക്കും. അതാണെങ്കിലോ ഈശ്വരാ ഇപ്പൊ വീട് ഇങ്ങോട്ട് വന്നോ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ചക്രചൂടലിൽ എന്നല്ലാട്ടോ മാനപുരസരം കരയൊക്കെ കുറിച്ച് വളരെ ഒരു വരുന്നിച്ചില്ലാട്ടോ. അതിൽ സന്തോഷം വണ്ണം വേണം. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വരികയെ എന്നർത്ഥം. അങ്ങനെ വാക്കുകൾ കൊണ്ട് ഇഷ്ടമാണല്ലേ ഒരു കഴിച്ചു എല്ലാരും കൊണ്ട് വരുന്നിച്ചില്ലാട്ടോ. സന്തോഷം ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് തോന്നുമാറ് വട്ടം ചിരിച്ചു. അങ്ങനെ നോക്കിയപ്പോ കുറച്ച് പേരുടെ അവിടെ വാങ്ങിണ്ടായിരുന്നു. അവരെ നോക്കിയപ്പോ ഭഗവാൻ പുജിച്ചപ്പോ ആർക്ക് തോന്നി തന്നെയാണ് നോക്കണത്, തന്നെയാണ് നോക്കണത്. മാത്രേണ ശുചാന ശേഷാന സംഭാവയാപ്രധാനം. അങ്ങനെ നോക്കിയപ്പോ കുറച്ച് പേരുടെ അവിടെ ഭഗവാൻ അവരെ നോക്കിയത് കടാക്ഷിച്ചു. ഭഗവാൻ കടാക്ഷിച്ചപ്പോ എല്ലാവർക്കും തോന്നി തന്നെയാണ് നോക്കണത്, തന്നെയാണ് നോക്കണത്. അങ്ങനെ എല്ലാവരും സന്തോഷമായി. ഓരോരുത്തരും അവരുടെ പ്രാർത്ഥനകൾക്കനുസരിച്ച് ബാക്കി നല്ലൊരു കാണാൻ പ്രധാനം. ഓരോരുത്തരെയും അവരവരുടെ ആ ഭഗവാൻ നമ്മളെ മത്സരം